ഗൈസ് ജസ്റ്റ് എ തോട്ട്. എത്രത്തോളം കോൺട്രവേഴ്ഷ്യൽ ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിത് പറയണം തോന്നി. മതഗ്രന്ഥങ്ങൾ ഇൻക്ലൂഡിങ് ഓൾ ഓഫ് ദം ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ഫോർബിഡൻ ആണ്, ദിസ് ഇസ് നോട്ട് അലൗഡ്, ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു ഡു, ദിസ് ഇസ് വാട്ട് യു നോട്ട് അലൗഡ് ടു ഡു എന്നുള്ളതിന് പകരം അല്ലെങ്കിൽ യു ഷുഡ് നോട്ട് ബി ലൈക്ക് ദിസ്, യു ഹാവ് ടു ബി ലൈക്ക് ദിസ് കൈൻഡ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തരുന്നതിന് പകരം there are different kind of people are different and unique എന്നുള്ള ഒരു മെസ്സേജ് ആയിരുന്നു കൺവിൻസ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് എങ്കിൽ the world would have been better, right? What do you think? Because this is what I felt. കാരണം എൻ്റെ ചുറ്റുപാടിലുള്ള കുറെ ആളുകളാണെങ്കിലും ഈ റിലീജിയസ് ബിലീഫ്സ് അവരുടെ ഉള്ളില് വളരെയധികം എന്താ പറയാ കൺവിക്റ്റഡ് ആയിട്ട് ഉള്ളത് കൊണ്ട് ചേഞ്ച് എന്നുള്ളത് ഒരു ഭയങ്കര അവർക്ക് പറ്റാത്തൊരു കാര്യമായിട്ട് ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചേഞ്ച് ഇസ് ഇമ്പോസിബിൾ ഫോർ ദം ബിക്കോസ് കാരണം ഈ ബിലീഫ് സിസ്റ്റം അവർക്ക് ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല, ചെയ്യാനും പറ്റില്ല എന്ന കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. അപ്പോ എനിക്ക് തോന്നിയതാണ് ഇപ്പൊ ഇൻക്ലൂഡിങ് പീപ്പിൾ ലൈക്ക് മീ, ഇൻക്ലൂഡിങ് മീ, ലൈക്ക് I have ADHD, I have been misunderstood by many people, the people around me, including my family. There are neurodevelopmental conditions like ADHD, autism, and also there are different personalities, different sexuality. ഇതൊക്കെ ആയിരുന്നു നമ്മളുടെ റിലീജിയസ് ബുക്സിൽ, അല്ലെങ്കിൽ there are different people are different and unique എന്നുള്ള കാര്യമാണ് കൺവേ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നതെങ്കിൽ I think the world would have been better, the world would have been kinder. What do you think? I think the intention is good, but the people are not taking it as it is. I know that is not an excuse to justify, but I think it could have been better. Yeah, because God can't do anything, right? He could have been done better. Yeah, I think somebody should let him know, and that somebody is me. So what do you think? I know this is controversial. Just comment down your thoughts below.